ചില പഴയ കാലങ്ങൾ ആലോചിക്കാൻ ഭയങ്കര രസമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ഇതെന്താ ഇങ്ങനെ പറയണം. മറ്റൊന്നുമില്ല, മാപ്രകൾ ചെയ്ത കുറേ വാർത്തകൾ അതിങ്ങനെ പഴതായി പോകുമ്പോൾ അതിൻ്റെ വീര്യം ഇങ്ങനെ കൂടി വരും. രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം പല നിലയ്ക്കുള്ള ആക്രമണങ്ങൾ BJP-കാരൊക്കെ ആസൂത്രണം ചെയ്തു. അതിൽ 2022 ജനുവരി 10 അന്ന് കേരളം പൊട്ടിത്തെറിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തും എന്ന് വിചാരിച്ച ഒരു ദിവസമാണ്. സ്വപ്ന സുരേഷ് ഷാജി കിരണുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ തെളിവുകൾ ഫോൺ സംഭാഷണം പുറത്തുവിടും എന്ന് പറഞ്ഞ ദിവസം ശരിക്കും ഞാനും ഞെട്ടി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് മുഖ്യമന്ത്രി വിളിച്ചതുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും. അങ്ങനെ ആഘോഷമായിട്ട് പാലക്കാട് ജില്ല മുഴുവൻ ഇങ്ങനെ കോരിത്തെരിച്ച് നിൽക്കുകയാണ്. HRDSന്റെ ഓഫീസിലാണ്. വെളിപ്പെടുത്തൽ പുറത്തു വരും രാവിലെ എന്നുള്ളത് മാറ്റി ഏഷ്യാനെറ്റിന്റെ പ്രിയ ഇളവള്ളി മഠം പറഞ്ഞു 3 മണിക്കാണ്. 3 മണിക്ക് നമ്മളിങ്ങനെ എറണാകുളത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ കാതോർത്തിരിക്കുകയാണ്. പറഞ്ഞു പിന്നെയും പറഞ്ഞു, നീണ്ട ഇടവേള, മൂകത എല്ലാം കഴിഞ്ഞ് പവനായി ശവമായി. അവസാന വെളിപ്പെടുത്തൽ വരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസ് നടക്കുന്നുണ്ട്. ഗോവിന്ദ മാഷ് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ്. മറ്റേതോ സംസ്ഥാനത്തിലേക്ക് പോയിട്ട് വിജയൻ പിള്ള അഥവാ വിജേഷ് പിള്ള അഥവാ വിജയ് പിള്ള, ഈ 3 പേരുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നാടകമാണ് അവസാനം അരങ്ങേറിയത്. അതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വപ്ന സുരേഷിന് മലയാളം അറിയാത്തത് കൊണ്ട് തന്നെ ഇത് പേര് വായിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺഫ്യൂഷനായി. പക്ഷേ വിജയ് പിള്ള എന്ന് പറയുന്നത് വിജേഷ് പിള്ള എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മാതൃഭൂമി തിരുത്തി അന്ന് ചെയ്തൊരു വീഡിയോ നമുക്ക് കാണാം. അപ്പം നല്ല കൗതുകമുള്ളൊരു വീഡിയോ. വിജയ് പിള്ള എന്ന് സ്വപ്ന പറഞ്ഞപ്പോൾ വിജേഷ് പിള്ള എന്ന് മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടർ എങ്ങനെ കൃത്യമായി തിരുത്തി റിപ്പോർട്ട് ചെയ്തു? ഇതാണ് ചോദ്യം. ഭാഗമായി വിജയൻ പിള്ള എന്നയാൾ തന്നെ കാണാനെത്തി. മാധ്യമപ്രവർത്തന നിലയ്ക്ക് ആദ്യം ആശയവിനിമയം നടത്തി. പക്ഷേ പിന്നീട് 30 കോടി രൂപ ഇതിനായി വാഗ്ദാനം ചെയ്തു എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്നത്. KB ശ്രീധരൻ വിവരങ്ങളുമായി ബംഗളൂരിൽ നിന്നുണ്ട്. ശ്രീധരൻ, ഈ കേസ് ഒത്തുതീർക്കാൻ കണ്ണൂർ സ്വദേശിയായ വിജേഷ് പിള്ള എന്നുള്ള ഒരു വ്യക്തി വഴി കേസ് ഒത്തുതീർക്കാൻ കണ്ണൂർ സ്വദേശിയായ വിജേഷ് പിള്ള എന്നുള്ള ഒരു വ്യക്തി വഴി ബാംഗ്ലൂരിൽ നിന്നും KB ശ്രീധരൻ. വെറുതെയാണ്, ഫ്ലോറിൽ കിട്ടിയ പേപ്പറാണ് ആകെ കൂടിയുള്ള ആധാരം. അതിരപ്പള്ളിയില് എടുത്തു കൊടുത്ത ഒരു വീഡിയോ, അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എടുത്തു കൊടുത്ത വീഡിയോ, ആ കുട്ടികളെ ആനയുടെ മുമ്പിൽ നിർത്തിയ ടീച്ചർമാരെന്ന് പറയുന്ന ആ ഒരു മണ്ടൻ വീഡിയോ പോലെ തന്നെ KB ശ്രീധരൻ ബാംഗ്ലൂരിൽ നിന്നും. എന്തിനാ ബാംഗ്ലൂരിൽ നിൽക്കുന്നത്? സ്വപ്ന സുരേഷ് നേരിട്ട് സംസാരിക്കാൻ പറ്റണില്ല, ഫോൺ ചെയ്യാൻ പറ്റണില്ല. ഫ്ലോറിൽ കിട്ടിയ അതേ പേപ്പർ തന്നെ ബാംഗ്ലൂരിൽ നിന്നും KB ശ്രീധരൻ വായിക്കുകയാണ്. ഇവര് പറയുന്നത് വിജയ് പിള്ള എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. പക്ഷെ KB ശ്രീധരൻ ആ പേപ്പർ വായിച്ചപ്പോൾ വിജേഷ് പിള്ളയായി കറക്റ്റായിട്ട് പറഞ്ഞു. അതെങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ ചോദ്യം. ഇടതുപക്ഷക്കാരാണ് ചോദിച്ചത്. ഒക്കെ ശരി തന്നെ മാതൃഭൂമി. പക്ഷെ നിങ്ങൾ അതെങ്ങനെ തിരുത്തി? അതിന്റെ ന്യായീകരണമാണ് അന്ന് വൈകുന്നേരം ഇരുട്ടുമുറിയിൽ ഇരുന്നിട്ട് അവർ ചെയ്യുന്നത്. വാർത്തകളിൽ പിഴവ് സംഭവിച്ചു എന്നൊക്കെ ആർക്കും ചൂണ്ടിക്കാട്ടാം. അതിലൊന്നും തെറ്റൊന്നുമില്ല. മാധ്യമ വിമർശനവും ഈ സമൂഹത്തിൽ വേണ്ടത് തന്നെയാണ്. പക്ഷേ എല്ലാവരും ഈ പറയുന്നത് പോലെ ഒരു ഗൂഢാലോചന സിദ്ധാന്തവുമായി എല്ലായ്പ്പോഴും നമുക്കും തെറ്റുപറ്റാറുണ്ട്. അതെ അത് ഇപ്പോൾ ഇതിൽ തന്നെ അവിടുത്തെ റിപ്പോർട്ടർ ഉടൻ തന്നെ ശരിയായ പേരുമായി വന്നു. എങ്ങനെ അറിയാമായിരുന്നു നിങ്ങൾക്ക് എന്ന് മറ്റൊരു പത്രം ഉടൻ തന്നെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗൂഢാലോചന സിദ്ധാന്തമൊക്കെ പാർട്ടിയുടെ മുഖപത്രത്തിൽ തന്നെ ഇതര മാധ്യമങ്ങളെ കുറിച്ചൊക്കെ എഴുതി വിടുന്നത് എന്തുകൊണ്ട് നല്ലതിനല്ല. ആ പാർട്ടി മുഖപത്രത്തിനും നല്ലതല്ല, പാർട്ടിക്ക് നല്ലതിനല്ല. അത് അവരുടെ സൈബർ അണികളെല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഡെസ്കിൽ തന്നെ ഇന്നലെ ഈ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ഇവരുടെ ഈ സന്ദേശങ്ങൾ ഇവർ നേരത്തെ എല്ലാ അവിടുത്തെ റിപ്പോർട്ടർമാർക്ക് നൽകിയിരുന്നു. ഈ മാധ്യമപ്രവർത്തകരെ വാക്ക് തെറ്റല്ലേ? അവർ അവസാനത്തെ വാർത്താ സമ്മേളനം അല്ല നടത്തിയത്, ഫേസ്ബുക്ക് ലൈവാണ്. ഫേസ്ബുക്ക് ലൈവ് നിങ്ങൾക്ക് കേൾക്കാം, ഞങ്ങൾക്ക് കേൾക്കാം, മറ്റവർക്ക് കേൾക്കാം, എല്ലാവർക്കും കേൾക്കാം. അതേപോലെ ഒരു പരിപാടിയാണ് നടത്തിയത്. അതിന് ആ സന്ദേശം ഇവിടെ ഡെസ്കിലേക്ക് തന്നെ വന്നിരുന്നു. അപ്പൊ സന്ദേശത്തെ നിങ്ങൾ നോക്കുമ്പോൾ ആ സന്ദേശത്തിൽ അയാളുടെ വാട്സപ്പ്, അയാളുടെ ID ഉണ്ട്. അതിനകത്ത് പേര് ഈ പറയുന്ന വിജേഷ് പിള്ള എന്നാണ്. നമ്മൾ ഈ ചിത്രം ഒടുവിലായിട്ടാണ് കൊടുത്തത്. എനിക്കൊന്ന് തിരുത്തി കൊടുത്തത് ആദ്യം തന്നെ എനിക്കൊന്ന് അദ്ദേഹം തിരുത്തി കൊടുത്തിട്ടുണ്ട്, റിപ്പോർട്ടർ തിരുത്തി കൊടുത്തിട്ടുണ്ട്. ശ്രീധരൻ അപ്രകൾ കൊണ്ടുവന്ന പവനായിമാർ ശവമായ കഥകൾ ഇനിയും പറയാനുണ്ട്. പഴയ ചില കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത് അവരെ വ്യക്തിത്വം മനസ്സിലാക്കാനായിട്ട് ഉപകരിക്കും എന്നുള്ളത് കൊണ്ടാണ്.
ഇതായിരുന്നു സ്വപ്ന സുരേഷുമായി വന്ന അവസാനത്തെ പരിപാടി. വിജയൻ പിള്ള, വിജേഷ് പിള്ള, വിജയ് പിള്ള. അതോടുകൂടി ആ ചാപ്റ്റർ അവസാനിപ്പിച്ചു. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് എന്ന് വരും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. ഞെട്ടലോടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.